നമ്മുടെ തലക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് വൊമിറ്റ് ചെയ്യുക, അതായത് ഛർദ്ദിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു ടെൻഷനും അടിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല തലച്ചോറിന് എന്നൊക്കെ പണ്ടത്തെ ആളുകൾ നമ്മളോട് പറയാറുണ്ട്. ഇത് സത്യാവസ്ഥയാണോ? നിങ്ങൾ ഓർത്തോളൂ, ഞാൻ ഈ പറയുന്ന രീതിയിലാണ് നിങ്ങൾ ഛർദ്ദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഛർദ്ദിക്കുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് രക്തത്തിന്റെ അംശം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന്റെ മിഡിൽ ക്രേനിയൽ ഫോസയില് ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രക്തം വന്നിട്ടുള്ളത്. എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വൊമിറ്റ് ചെയ്യാൻ നിർത്താൻ പറ്റുന്നില്ല, അതിന്റെ അർത്ഥം എന്താ? തലച്ചോറിലെ പ്രഷർ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നോർമൽ ആയിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമുള്ള നമ്മൾ ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു ബ്രെയിനിന്റെ കംപ്രഷൻ ഉണ്ടല്ലോ, അതിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. അത് പണ്ടത്തെ ആളുകൾ പറയുന്ന പോലെ നല്ലതാണ്. അപ്പൊ ഈ രീതിയിൽ കുട്ടികളൊക്കെ നിലത്ത് വീണ് കഴിഞ്ഞാലോ നമ്മുടെ തലക്കൊക്കെ ഒരു ഇഞ്ചറി കിട്ടി കഴിഞ്ഞാല് എല്ലാ വൊമിറ്റിങ്ങും നല്ലതാണെന്ന് പറഞ്ഞിരിക്കരുത്. ഈ വീഡിയോ എല്ലാ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.